ഹലോ. അപ്പോൾ കുറേ നാളായി നാട്ടിൽ വന്നിട്ട് ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കിഡിലൻ ഐറ്റം ഉണ്ടാക്കി തരാമെന്ന്. എന്താണെന്ന് അറിയണ്ടേ? കപ്പയും ബീഫും, ഇവിടെ കൊള്ളിയും ബീഫും ഇല്ലേ, അത് തന്നെ. അപ്പോൾ നല്ലൊരു പാത്രം എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സബോള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്കൊരു 3-4 തക്കാളി, നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട്, ഇപ്പോൾ തക്കാളിക്ക് നല്ല പൊളിയല്ലേ, അപ്പോൾ ഒരു 3-4 തക്കാളി മതി, നന്നായിട്ട് കഷ്ണമായിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നല്ല അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ബീഫ് ചേർക്കാം. ബീഫ് ഒരു 7 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം അതിലേക്ക് നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കുരുമുളകും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വല്ലാതെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ബീഫ് വേവിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ബീഫ് വേവിച്ച് വെള്ളം ഒഴിക്കുന്നതായിരിക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എൻ്റെ വീട്ടിൽ കൊള്ളി വേവിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇടാതെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വേവിച്ച കൊള്ളിയും കൂടി ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺ.